ആമസോണിൽ നിന്ന് ഞാനൊരു ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ട് നോയ്സിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളും ഇതാണ് സാധനം. ഇത്രയും കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ലുക്കുണ്ട് ഇത് പാക്കിങ് വരുന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ഓറഞ്ച് കളർ ഒരു ഹെഡിൽ വന്നിട്ട് നോയ്സിൻ്റെ ബ്രാൻഡിങ് ഒക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് നമ്മളൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാം. നോയ്സിൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, എപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന ഒരു നോർമൽ പർപ്പസ് അല്ല. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ സൗണ്ടിൽ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത്. അത്യാവശ്യം നല്ല ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തൊക്കെ മാനുവൽ സ്വിച്ചസാണ് വരുന്നത്, അതുകൊണ്ട് നല്ല ഈസിയാണ്. നമ്മൾ മറ്റേ ടൈപ്പ് സ്വിച്ചൊക്കെയാണ് പാടായിരിക്കും. അപ്പോൾ ഇതായതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നല്ലൊരു ഹെഡ്സെറ്റ് അണ്ടർ 1000 റുപ്പീസിന് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാം. അപ്പോൾ എൻ്റെ ആൾറെഡി വേറെ 3 ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നോയ്സിൻ്റെ തന്നെ എയർ വേവ് എന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് കുറച്ച് നാൾക്ക് മുമ്പേ ഇറങ്ങിയതാണ്, പക്ഷേ അധികം അങ്ങനെ അത്ര വലിയ റിവ്യൂസും കാര്യങ്ങളൊന്നും ഇതിന് കണ്ടില്ല. ആൻഡ് IPX6 ഇല്ല, 5 ഉള്ളൂ. അപ്പോൾ കുറച്ച് പഴയ ഹെഡ്സെറ്റാണ്, പക്ഷേ എന്നാലും നല്ല ഒരു എന്താ പറയുക, നമുക്ക് നല്ല ഔട്ട്പുട്ട് തരുന്നൊരു നല്ല സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു 1000 റുപ്പീസിലൊരു ഹെഡ്സെറ്റ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മേടിക്കുന്നത് അടിപൊളിയായിരിക്കും. അത്ര നല്ല വർത്താണ് നമുക്ക് ആ ഒരു. അതേപോലെ തന്നെ ഇതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഇതൊക്കെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊന്നും പിടിച്ചൊന്നും വലിഞ്ഞ് പോകത്തില്ല, അത്രയും ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, നോർമലി ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറിയാമല്ലോ, ഒരു കുറച്ച് ഇയർബഡ്സ് ഉണ്ടാവും, ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവും, പിന്നെ ഒരു USB-യുടെ ഒരു ചാർജർ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു സാധനം എയർ വേവ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.